നിങ്ങൾക്ക് സാമ്പത്തികമായി കുറച്ചുകൂടി മെച്ചപ്പെടണം എന്നാഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ആയിരക്കണക്കിന് വർഷം പിന്നോട്ട് ബാബിലോൺ എന്നൊരു നഗരത്തിലേക്ക് പോകാം. അവിടെയുള്ള ആളുകൾ പണം കൈകാര്യം ചെയ്തിരുന്ന ചില സിംപിൾ തത്വങ്ങൾ ദ റിച്ചസ്റ്റ് മാൻ ഇൻ ബാബിലോൺ എന്നൊരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. 100 വർഷം പഴക്കമുള്ള ഒരു പുസ്തകം എങ്ങനെയാ നമ്മുടെ ഇന്നത്തെ പൈസയുടെ പ്രശ്നങ്ങൾ തീർക്കുന്നത്, അല്ലേ? കേൾക്കുമ്പോ ഒരു അതിശയം തോന്നാം. പക്ഷെ ഒരു സത്യമുണ്ട്. കാലം എത്ര മാറിയാലും പണത്തെക്കുറിച്ചുള്ള നമ്മുടെ ടെൻഷനുകളും അതിനുള്ള പരിഹാരങ്ങളും ഏകദേശം ഒരുപോലെ തന്നെയാണ്. അപ്പോ കാലത്തെ അതിജീവിച്ച ആ പാഠങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? അപ്പൊ നമ്മളീ കാണുന്ന കയ്യെഴുത്ത് നോട്ടുകളാണ് നമ്മുടെ ഗൈഡ്. ഈ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട ആശയമാണ് ഒഴിഞ്ഞ പേഴ്സണുള്ള 7 പരിഹാരങ്ങൾ. ആ ആശയങ്ങളെപ്പറ്റിയാണ് ഈ നോട്ടിൽ പറയുന്നത്. ഇതിലെ ഏറ്റവും പവർഫുള്ളായ 5 നിയമങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഓക്കെ, പണത്തിന്റെ 5 നിയമങ്ങൾ. ഇത് നിങ്ങളുടെ പേഴ്സിനെ രക്ഷിക്കാൻ പോകുന്ന ചില പഴയ എന്നാൽ വളരെ സിമ്പിളായ അറിവുകളാണ്. നിങ്ങളുടെ സാമ്പത്തിക ജീവിതം തന്നെ മാറ്റാൻ ശക്തിയുള്ള നിയമങ്ങൾ. ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോ ആദ്യത്തെ നിയമം, സമ്പത്തുണ്ടാക്കാനുള്ള ഏറ്റവും ബേസിക്, ഏറ്റവും പ്രധാനപ്പെട്ട നിയമം. പക്ഷെ എന്താണെന്നറിയോ, ഇത് വളരെ സിമ്പിളാണെങ്കിലും നമ്മളിൽ മിക്കവരും ഇത് ചെയ്യാറില്ല. പാഠം 1. ആദ്യം നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. അതായത് ശമ്പളം കിട്ടിയാൽ ആദ്യം തന്നെ അതിൽ ഒരു 10% എടുത്ത് മാറ്റിവെക്കുക. ഇതിനെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബില്ലായിട്ട് കാണണം. ലോണിന്റെ EMI, വീട്ടുവാടക, കറണ്ട് ബിൽ, ഇതിനെല്ലാം മുൻപേ അടയ്ക്കേണ്ട ബിൽ. കാരണം ഈ മാറ്റിവെക്കുന്ന പണമാണ് നിങ്ങളുടെ സാമ്പത്തിക ഭാവിയുടെ ഫൗണ്ടേഷൻ. ആ അടിത്തറ ഇല്ലാതെ പിന്നെ എന്ത് കെട്ടിപ്പോക്കിയിട്ടും കാര്യമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ പണം സേവ് ചെയ്യാൻ തുടങ്ങി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ആ പണം വെറുതെ അലമാരയിൽ വെച്ചാ മതിയോ? പോരാ, ആ പണം നിങ്ങൾക്കുവേണ്ടി പണിയെടുക്കണം. അതെങ്ങനെയാണെന്നല്ലേ? അതാണ് നമ്മുടെ രണ്ടാമത്തെ നിയമം. പാഠം 2. നിങ്ങളുടെ പണത്തെ നിങ്ങൾക്കായി പണിയെടുപ്പിക്കുക. നല്ല ഇൻവെസ്റ്റ്മെന്റ് വഴികൾ കണ്ടുപിടിക്കണം. അതായത് നിങ്ങൾ മാറ്റിവെച്ച ഓരോ രൂപയും നിങ്ങൾക്ക് വേണ്ടി രാവും പകലും ജോലി ചെയ്യുന്ന ഒരു ജോലിക്കാരനെ പോലെയാണ്. ആ പണം വെറുതെ ഇരിക്കാതെ കൂടുതൽ പണത്തിനെ സമ്പാദിക്കാൻ തുടങ്ങുമ്പോഴാണ് ശരിക്കും കളി മാറുന്നത്. അതാണ് നിക്ഷേപം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ പവർ. കൊള്ളാം. അപ്പോൾ നിങ്ങൾ പണം സേവ് ചെയ്യുന്നുണ്ട്, അത് ഇൻവെസ്റ്റ് ചെയ്യുന്നുമുണ്ട്. അടിപൊളി. പക്ഷേ സൂക്ഷിക്കണം, മുന്നോട്ടു പോകുമ്പോൾ ഒരുപാട് ചതിക്കുഴികളുണ്ട്. ആ അപകടങ്ങളിൽ വീഴാതിരിക്കാനാണ് നമ്മുടെ 3ാമത്തെ നിയമം. പാഠം 3. അറിവുള്ളവരുടെ ഉപദേശം കേൾക്കണം. എക്സ്പീരിയൻസ് ഉള്ള ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കണം. കാരണം എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വന്തമായി തെറ്റുപറ്റി പഠിക്കാൻ നിന്നാൽ ചിലപ്പോൾ കയ്യിലുള്ള പൈസ മുഴുവൻ പോകും. അതുകൊണ്ട് ഈ ഫീൽഡിൽ അറിവും പരിചയവും ഉള്ളവരുടെ ഉപദേശം കേൾക്കുന്നത് ഒരു വലിയ പ്ലസ് പോയിന്റാണ്. അടുത്തത് 4ാമത്തെ നിയമം. ഇത് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കും. നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ പണം നഷ്ടപ്പെട്ടു പോകാതെ എങ്ങനെ സംരക്ഷിക്കാം, അതിനെക്കുറിച്ചാണ് ഈ നിയമം. പാഠം 4. നിങ്ങളുടെ സമ്പാദ്യം സംരക്ഷിക്കുക. നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവാത്ത ഒരു കാര്യത്തിലും കൊണ്ടുപോയി പണം ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഭയങ്കര ലാഭം തരാമെന്ന് പറഞ്ഞ് ആരെങ്കിലും വന്നാൽ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കാരണം വലിയ റിസ്ക് എടുത്ത് വലിയ നേട്ടത്തിന് പിന്നാലെ പോകുന്നതിനേക്കാൾ പ്രധാനം നമ്മുടെ കയ്യിലുള്ള മുതൽ നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ്. നമ്മുടെ ക്യാപിറ്റൽ എപ്പോഴും സേഫ് ആയിരിക്കണം. അപ്പോ ഇതാ നമ്മുടെ അവസാനത്തെ നിയമം, 5ാമത്തെ നിയമം. ഒറ്റയടിക്ക് പണക്കാരനാകാം എന്നൊക്കെ പറയുന്ന ചില മോഹന വാഗ്ദാനങ്ങളുണ്ടല്ലോ, അതിനെതിരെയുള്ളൊരു സ്ട്രോങ് വാർണിംഗ് ആണിത്. പാഠം 5. വേഗം പണക്കാരനാകാനുള്ള തട്ടിപ്പുകളിൽ വീഴരുത്. റിയലിസ്റ്റിക് അല്ലാത്ത, അതായത് അവിശ്വസനീയമായ റിട്ടേൺസ് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ അത് മിക്കവാറും ഒരു ചതിയായിരിക്കും. ശരിക്കുള്ള സമ്പത്ത് ഉണ്ടാകുന്നത് പതുക്കെയും സ്റ്റഡിയായിട്ടുമാണ്. ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരനാക്കാം എന്നൊക്കെ കേട്ടാൽ തന്നെ ഓടിക്കോണം. അല്ലെങ്കിൽ പണം പോകാനുള്ള എളുപ്പവഴി അതാവും. ഈ 5 നിയമങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്, സംശയമില്ല. ഈ പുസ്തകത്തിൽ ഒരുപാട് പരിഹാരങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഈ നോട്ട്സില് കാണുന്ന പോലെ ഒരൊറ്റ കാര്യമുണ്ട്. അതാണ് മറ്റെല്ലാത്തിലേക്കുമുള്ള വഴി തുറക്കുന്ന താക്കോൽ. അപ്പൊ നമുക്ക് ആ താക്കോലിലേക്ക് വരാം. അപ്പോ ഇത്രയൊക്കെ കേട്ടുകഴിഞ്ഞാൽ സ്വാഭാവികമായും ഒരു ചോദ്യം വരുമല്ലേ? ശരി, ഇതൊക്കെ കൊള്ളാം, പക്ഷെ ഞാൻ എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്? ഇത്രയും കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാം. പേടിക്കേണ്ട, ഉത്തരം വളരെ സിമ്പിളാണ്. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ സ്റ്റെപ്പ്. നിങ്ങളുടെ പേഴ്സ് നിറയ്ക്കാനുള്ള യാത്ര ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. നമ്മൾ ഈ പറഞ്ഞതെല്ലാം തുടങ്ങാനുള്ള ആ ഒരൊറ്റ കാര്യത്തിലേക്ക് വരാം. ഇതാണ് ആ ഏറ്റവും പ്രധാനപ്പെട്ട ഒരൊറ്റ സ്റ്റെപ്പ്. നിങ്ങൾ എന്ത് സമ്പാദിച്ചാലും അതിൽ നിന്ന് ഒരു 10% ആദ്യം തന്നെ മാറ്റിവെക്കുക, എല്ലാ മാസവും.
ഈ ഒരു ഒറ്റ ശീലം നിങ്ങൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്താൽ മതി. നിങ്ങളുടെ സാമ്പത്തിക ജീവിതം മാറിത്തുടങ്ങും. ഇതാണ് ആദ്യത്തെ പടി. ഇതില്ലാതെ വേറൊന്നും നടക്കില്ല. ബാക്കിയെല്ലാം ഇതിന് ശേഷം വരുന്ന കാര്യങ്ങളാണ്. അപ്പോ നമ്മളിന്ന് പഠിച്ച പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്നുകൂടി വേഗത്തിൽ നോക്കാം. ആദ്യം നിങ്ങൾക്ക് തന്നെ കൊടുക്കുക, അതായത് 10% സേവ് ചെയ്യുക. 2 ആ പണത്തെ വളരാൻ സഹായിക്കുക. 3 നിങ്ങളുടെ സമ്പാദ്യം എപ്പോഴും സംരക്ഷിക്കുക. 4 അറിവുള്ളവരുടെ ഉപദേശം കേൾക്കുക. സിമ്പിൾ. അപ്പൊ നമുക്ക് ഈ നോട്ട്സിലുള്ള ഒരു വാചകം കൊണ്ട് തന്നെ അവസാനിപ്പിക്കാം. ഉറച്ച തീരുമാനമുണ്ടെങ്കിൽ വഴിയും തെളിഞ്ഞുവരും. ഒരു തീരുമാനമെടുക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ വഴി മുന്നിൽ തെളിയും. അപ്പോ നിങ്ങളുടെ സാമ്പത്തിക യാത്ര ഇന്ന് തന്നെ തുടങ്ങാൻ ഈ വാക്കുകൾ ഒരു പ്രചോദനമാകട്ടെ.